ശ്രീ സി ശിവൻകുട്ടി, ഇവിടെ ഇന്നത്തെ ഓഡിയോ സന്ദേശം താങ്കളും കേട്ട് കാണും. അതിൽ പറയുന്നത് ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നും 2 ദിവസത്തിനുള്ളിൽ പണം നൽകണമെന്നുമാണ് പറയുന്നത്. പണപ്പിരിവ് സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഡ്രൈ ഡേ ഒഴിവാക്കാനും മറ്റും ഇളവുകൾക്കും കൊടുക്കണമെന്നുമാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഈ ശബ്ദ സന്ദേശത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, അതിൽ ഇനി വ്യക്തത വരട്ടെ. പക്ഷേ ഈ വിഷയം വിവാദമായതുകൊണ്ടാണ് നമ്മൾ ഇത് ചർച്ചയ്ക്കെടുക്കുന്നത്. BJP ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? CPM തള്ളി പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്ത ഒരു മദ്യനയത്തിൻ്റെ പേരിലാണ് ചർച്ചകൾ നടക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ഓഡിയോ സന്ദേശത്തിൻ്റെ പേരിൽ ഇത് ഇത്ര വലിയ വിവാദമാക്കേണ്ട കാര്യമുണ്ടോ? ഇതൊരു ഓഡിയോ സന്ദേശം മാത്രമല്ല. ഈ ഓഡിയോ സന്ദേശത്തെ സംബന്ധിച്ച് ബാർ അസോസിയേഷൻ്റെയും ഹോട്ടൽ ഉടമകളുടെയും അസോസിയേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവർ സ്ഥിരീകരിച്ചതായിട്ടുള്ള പത്രക്കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു വ്യാജ സന്ദേശമൊന്നുമില്ല, ഇതിന് ആധികാരികതയുണ്ട്. ഇതിന് ആധികാരികത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതും. ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും വ്യക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതും മറ്റു രാഷ്ട്രീയ പാർട്ടികളും പൊതുസംവിധാനവും അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. കാരണം വളരെ വ്യക്തമാണ്, സർക്കാരിൻ്റെ അബ്കാരി നയം എന്താണ്, അത് വളരെ വ്യക്തമാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ IT പാർക്കുകളിൽ മദ്യശാലകൾ വരാൻ പോവുകയാണ്. നിയമസഭാ ഉപസമിതി പെർമിഷൻ കൊടുത്തിരിക്കുന്നു. ശ്രീ സമ്പത്ത് പറയട്ടെ, ശ്രീ സമ്പത്തിൻ്റെ ഗവൺമെൻറ്റാണ് അത് അനുവദിച്ചിരിക്കുന്നത്. ശ്രീ സമ്പത്തിൻ്റെ ഗവൺമെൻറ് അത് വളരെ വ്യക്തമായി അനുവദിച്ചിരിക്കുന്നു. നിയമസഭ ഉപസമിതി തീരുമാനമെടുത്തിരിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്തെ, IT പാർക്കുകൾ മദ്യശാലകളാകാൻ പോവുകയാണ്. ഇതാണോ നിങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അബ്കാരി നയം? നിങ്ങൾ ദയവായി വ്യക്തമാക്കൂ. ഇത് ഇവിടെ വളരെ വ്യക്തതയോടുകൂടി ഞാൻ എൻ്റെ പ്രിയ സമ്പത്തിനോട് പറയുകയാണ്, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ മദ്യനയത്തിൻ്റെ വിവാദമായ മദ്യനയം, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസ് വന്നപ്പോൾ അതിനെ നിങ്ങൾ CPMും കോൺഗ്രസും ഒരുമിച്ചാണ് പിന്തുണച്ചത്. രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും കൂടെ ഒരുമിച്ചാണ് പിന്തുണച്ചത്. അതുകൊണ്ട് മദ്യനയത്തിൻ്റെ കാര്യത്തിൽ, അബ്കാരി നയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടുകളോട് ജനങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ഇപ്പോൾ നിങ്ങൾ വ്യക്തമായി അനുവദിച്ചു കഴിഞ്ഞു. IT പാർക്കുകൾക്ക് നിങ്ങൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞു. മദ്യശാലകൾക്ക് വേണ്ടി പ്രത്യേകം ജീവനക്കാരെ നിശ്ചയിക്കാൻ പറഞ്ഞു. എന്ത് നയമാണിത്? ഇത് കേരളത്തെ ഏത് നിലയിലേക്ക് കൊണ്ട് എത്തിക്കാൻ പോവുകയാണ്? എൻ്റെ പ്രിയ സുഹൃത്തെ, ഇത് CPMൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നിങ്ങളുടെ ഗവൺമെൻറ് നിശ്ചയിച്ച് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പാണ്. അതിന് ആധികാരികമായ രേഖയുണ്ട്. അതുകൊണ്ട് അബ്കാരി നയം നിങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഈ ഓഡിയോ ക്ലിപ്പ്. ഈ ഓഡിയോ ക്ലിപ്പ് എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ബാർ ഉടമകളുടെ സ്വഭാവവും രീതിയും ഒക്കെ എല്ലാവർക്കും അറിയാം. അത് UDFൻ്റെ കാലത്തും LDFൻ്റെ കാലത്തും എല്ലാം ഇതിവിടെ സജീവമാണ്. കഴിഞ്ഞ UDFൻ്റെ സമരത്തിൽ LDFൻ്റെ നിലപാടെന്തായിരുന്നു? അന്ന് ശ്രീ VS അച്യുതാനന്ദൻ അന്ന് CBI അന്വേഷണം വേണപ്പോൾ അന്വേഷണം ആവശ്യപ്പെട്ട സമയത്ത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് അത് തള്ളിക്കളഞ്ഞു. സുഹൃത്തെ, ആദ്യം തള്ളിക്കളഞ്ഞു. നിങ്ങൾ CPMൻ്റെ രേഖ നോക്ക്, പരിശോധിക്ക്. അന്ന് ശ്രീ VS അച്യുതാനന്ദനാണ് CBI അന്വേഷണം ആദ്യം ആവശ്യപ്പെട്ടത്. അത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തള്ളിക്കളഞ്ഞത്. നിങ്ങളുടെ അബ്കാരി നയം വ്യക്തമാണ്. കേരളത്തെ മദ്യത്തിൽ കുളിപ്പിക്കുവാൻ പോവുകയാണ് നിങ്ങൾ. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമീപനമായി, പിണറായി സർക്കാരിൻ്റെ സമീപനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് എൻ്റെ പ്രിയ സുഹൃത്തിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ നയത്തിനെ സംബന്ധിച്ചും പറയുവാനുള്ളത്, ഇത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി കേരളത്തിൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്. ഈ വിഷയത്തിൽ അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിച്ചാൽ, നിങ്ങൾ പറയുമ്പോൾ ബിയർ പാർലർ അനുവദിച്ചിരിക്കുകയല്ലേ, പിന്നെ നിങ്ങൾ എന്താ പറയാൻ പോണേ ജനങ്ങളോട്? വളരെ വ്യക്തതയില്ലേ? നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ചില്ലേ? അരവിന്ദ് കെജ്രിവാളിൻ്റെ വിവാദമായ ഈ മദ്യ വിഷയം അത് എത്ര ചർച്ച ചെയ്യപ്പെട്ടതാണ്? വളരെ വ്യക്തമായ തെളിവുള്ള സംഭവമല്ലേ? ഇത്രയും തെളിവുള്ള സംഭവത്തിനെ നിങ്ങൾ ന്യായീകരിച്ചല്ലേ, നിങ്ങൾ പിന്തുണയ്ക്കുകയല്ലേ? അപ്പോൾ അത് സ്വാഭാവികമായും നിങ്ങളും ആ നയം നടപ്പിലാക്കാൻ പോവുകയാണ് ഇവിടെ.